വാർത്തയിലേക്കാണ് ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കോഴിക്കോട് കുറ്റ്യാടിയിലെ പൊതുയുഗയാത്രയുടെ വേദിയിൽ തമ്മിലടിച്ച കോൺഗ്രസ് നേതാക്കൾ. വേദിയിൽ സംസാരിക്കാൻ നേതാക്കളെ ക്ഷണിച്ച ക്രമത്തിൽ സ്ഥലം എം പി ഷാഫി പറമ്പിലിന് അതൃപ്തി. ആദ്യം സംസാരിക്കാൻ ക്ഷണിച്ചത് ജാഥ ക്യാപ്റ്റനായ വി ഡി സതീശനെ. അതൃപ്തിക്ക് പിന്നാലെ വേദിയിൽ പിടിയും വലിയും. വി ഡി സതീശന് ഊഴമെത്തിയപ്പോൾ ഒറ്റവരയിൽ പ്രസംഗം അവസാനിപ്പിച്ച ഷാഫി പറമ്പിൽ. കോഴിക്കോട് കോവൂരിൽ ഹോട്ടലിൽ വിദ്യാർത്ഥികളുടെ തമ്മിലടി. സംഘർഷമുണ്ടായത് ടേസ്റ്റി ഹട്ട് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കോളേജ് വിദ്യാർത്ഥികൾ തമ്മിൽ. സംഘർഷത്തിൽ ഹോട്ടലിന് വലിയ നാശനഷ്ടം. മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി ഹോട്ടലുടമ. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച രാഹുൽ ഗാന്ധി. വ്യാപാര കരാറിലൂടെ ഇന്ത്യയെ അമേരിക്കയ്ക്ക് വിറ്റെന്ന ബജറ്റ് ചർച്ചയിൽ രാഹുൽ. ഇന്ത്യയെ വിൽക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് നാണമില്ലേ? ഇവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് അമേരിക്കയ്ക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ കീഴടങ്ങിയെന്നും രാഹുൽ ഗാന്ധി. എപ്സ്റ്റീൻ ഫയലുകളെക്കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ ലോക്സഭയിൽ ബഹളം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകളിൽ പൊരുത്തക്കേടെന്ന ഓഡിറ്റ് റിപ്പോർട്ട്. 3.4 കോടി രൂപയോളം ദേവസ്വം ബോർഡിന് നഷ്ടം. ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. 10 ദിവസത്തിനകം മറുപടി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെ. കേസിൽ ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ല എന്ന് സുപ്രീം കോടതി. കുടിമരത്തിലെ സ്വർണവും മോഷ്ടിച്ചില്ലേ എന്ന ചോദ്യം. എസ് ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് നീട്ടി സുപ്രീം കോടതി. ജയശ്രീയെയും കൽപേഷിനെയും ചോദ്യം ചെയ്യാൻ ഇഡി. കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെ. ഷിംജിത ജയിലിന് പുറത്തിറങ്ങുന്നത് അറസ്റ്റിലായി 21 ദിവസത്തിനു ശേഷം. കരസേന മുൻ മേധാവി MM നരവനെയുടെ പുസ്തകം ചോർന്നതിൽ അന്വേഷണം തുടങ്ങി ഡൽഹി പോലീസ്. പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിന് നേരെ നോട്ടീസ് അയച്ചു. പുസ്തകവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഹാജരാക്കാൻ നിർദ്ദേശം. രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി വേണമെന്ന് BJP. പാലായിൽ താൻ സ്ഥാനാർത്ഥിയാകുമെന്ന് റോഷി അഗസ്റ്റിന്റെ പ്രസ്താവന തിരുത്തി ജോസ് കെ മാണി. റോഷി അഗസ്റ്റിൻ പറഞ്ഞത് സ്നേഹക്കൂടുതൽ കൊണ്ട്. അദ്ദേഹം എപ്പോഴും ഒരു KSC വളർന്നു വന്നയാളാണ്. ആ ചൊരത്തിളപ്പ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്നേഹം കൂടുന്നതൊക്കെ പറയും. പിന്നെ അദ്ദേഹം മത്സരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. മത്സരിക്കുന്ന കാര്യം പാർട്ടി ആലോചിച്ച തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി. ഇനി വിശദമായ വാർത്തയിലേക്കാണ്. സംസ്ഥാന സർക്കാർ പമ്പാ തീരത്ത് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വരവ് ചെലവ് കണക്കുകളിൽ പൊരുത്തക്കേടിൽ ദേവസ്വം ബോർഡിനോട് മറുപടി തേടി ഹൈക്കോടതി. സ്പെഷ്യൽ കമ്മീഷണർ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലാണ് കോടതി പൊരുത്തക്കേടുകൾ കണ്ടെത്തിയത്. ദേവസ്വം ബോർഡ് 10 ദിവസത്തിനകം മറുപടി നൽകണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകി. അയ്യപ്പ സംഗമം നടത്തിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 3.4 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരുപാട് ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 600ഓളം പേർ മാത്രമാണ് പങ്കെടുത്തതെന്നും അത്തരമൊരു പരിപാടിക്ക് 8 കോടി രൂപയോളം ചെലവായി എന്നത് വിശ്വസിക്കാൻ കഴിയില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു.
കോടതിയിൽ അവർ പറഞ്ഞതിന് സത്യവാങ്മൂലം കൊടുത്തത് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്നാണ്. ഒരുപാട് സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ. അതിൽ ഒരുപാട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. കാരണം ഈ 500-600 പേര് പങ്കെടുത്ത ഒരു പരിപാടിക്ക് ഈ 3 കോടി 8 കോടിയൊക്കെ എവിടെ നിന്നാണ് വന്നത് ചെലവാകുന്നത്? മുഴുവൻ കളവാണ് ഇതിന്റെ പുറകിൽ നടക്കുന്നത്. അഴിമതിയാണ് ഇതിന്റെ അകത്ത് പുറത്ത് നടക്കുന്നത്. അയ്യപ്പന്റെ പേരിലും തട്ടിപ്പാണ് നടത്തിയത്. ശരിക്കും അത് അന്വേഷിക്കട്ടെ, കോടതി തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കട്ടെ. കോടതിയുടെ മുൻപാകെയാണ് തെറ്റായ വിവരം കൊടുത്തത്. കോടതി അന്വേഷിക്കട്ടെ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കട്ടളപ്പാളി കേസിൽ 3ാം പ്രതിയാണ് വാസു. 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. ഇതോടെ സ്വർണ്ണക്കവർച്ച കേസിൽ 4 പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, ശ്രീകുമാർ എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഒരാൾക്കും മുൻകൂർ ജാമ്യം നൽകില്ല എന്ന് സുപ്രീം കോടതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ പരാമർശം. കൊടിമരത്തിലെ സ്വർണവും അടിച്ചുമാറ്റിയെന്ന വാർത്ത കണ്ടു. എല്ലാം അടിച്ചുമാറ്റിയില്ലേ എന്നും കോടതി ചോദിച്ചു. കേസിൽ ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് സുപ്രീം കോടതി നീട്ടി. 18-ാം തീയതി ചോദ്യം ചെയ്യലിനായി ഹാജരാകണം. അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ED. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീ, ഇടനിലക്കാരായ കൽപേഷ് എന്നിവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാനുള്ള ഉത്തരവിൽ ഒപ്പുവച്ചത് S. ജയശ്രീയാണ്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണ്ണപ്പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ബെലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ ജ്വല്ലറിയിൽ എത്തിച്ചത് കൽപേഷാണ് എന്നതാണ് കണ്ടെത്തൽ. ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ED നോട്ടീസ് അയച്ചിരുന്നു. ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠാ കേസിൽ സംസ്ഥാന വിജിലൻസ് അന്വേഷണം തുടങ്ങി. കൊടിമരത്തിനായി സ്വർണം നൽകിയ 27 പേരുടെ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എല്ലാവർക്കും ഉടൻ നോട്ടീസ് നൽകും. കൊടിമരത്തിനായി എത്ര സ്വർണം സംഭാവനയായി ലഭിച്ചുവെന്ന് കണ്ടെത്താനായാണ് മൊഴിയെടുപ്പ്. കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി, മോഹൻലാൽ അടക്കം 8 നടന്മാർക്കാണ് കൊടിമരത്തിൽ പൊതിയുന്നതിനായി സ്വർണം നൽകിയവർ. ഇതിനു പുറമെ സിനിമാ മേഖലയിൽ നിന്നുള്ള ചിലരും വ്യവസായികളും സ്വർണം നൽകിയിട്ടുണ്ട്. എന്നാൽ അഡ്വക്കേറ്റ് കമ്മീഷണർ SP കുറുപ്പ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് വളരെ കുറച്ചുപേരുടെ പേരുകൾ അവർ എത്ര സ്വർണം നൽകി എന്നുള്ള വിവരമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണമായി വിജിലൻസ് പ്രത്യേക സംഘം രൂപീകരിച്ചത്. ബസിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചുവെന്ന് ആരോപിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ദീപക് എന്ന യുവാവ് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. 22 ദിവസത്തിനു ശേഷമാണ് ഷിംജിത പുറത്തിറങ്ങുന്നത്. മാസത്തിൽ 2 തവണ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. 2ാമത്തെയും 4ാമത്തെയും വെള്ളിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ലെന്നും സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ലെന്നും ജാമ്യ ഉത്തരവിലെ ഉപാധികളിലുണ്ട്. 50,000 രൂപയുടെ 2 ആൾ ജാമ്യത്തിലാണ് ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഷിംജിത പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്.
താൻ പാലയിൽ മത്സരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രഖ്യാപനം സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പരസ്യ പ്രസ്താവന നടത്തിയത്. അദ്ദേഹം എപ്പോഴും ഒരു KSC വളർന്നു വന്നയാളാണ്. ആ ചൊരത്തിളപ്പ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം സ്നേഹം കൂടുന്നതൊക്കെ പറയും. പിന്നെ അദ്ദേഹം മത്സരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അത് ഞാനാണേലും ഇപ്പൊ ഉള്ള MLA-മാരാണെങ്കിലും ഇനി മറ്റ് പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥിയാകുന്നത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. മാണിസഖാവിന്റെ പ്രവർത്തനങ്ങളുള്ള പാല നിയമസഭാ മണ്ഡലത്തിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 5 വർഷക്കാലം വളരെയധികം പുറകോട്ട് പോയി. അത് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതി. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ അത് മാണിസഖാവൻ MLA ആണെങ്കിലും വേറെ ആരാണെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. അത്രയേ ഉള്ളൂ. ഉത്തരവാദിത്തപ്പെട്ടതായതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അതല്ല ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ഞാൻ പണ്ട് കാലത്ത് തിളച്ച വെളിച്ചെണ്ണയ്ക്ക് അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തോട് കൈയിട്ടിട്ട് സത്യം ചെയ്യും. അതിനപ്പുറത്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. പത്തനംതിട്ട MP ആന്റോ ആന്റണിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. CPM ജില്ലാ കമ്മിറ്റി അംഗം S മനോജാണ് പരാതി നൽകിയത്. ആന്റോ ആന്റണി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കിലും സത്യവാങ്മൂലത്തിലും കളവ് കാട്ടിയെന്ന് ആരോപിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത്. സ്വകാര്യ ധനകാര്യ സ്ഥാപന ഉടമ NM രാജുവുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തിയില്ല എന്നതാണ് പരാതി. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ മറച്ചുവെച്ചുവെന്നും പരാതിയിൽ പറയുന്നു. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,530 രൂപ, പവന് 1,16,240 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,010 രൂപ, പവന് 96,080 രൂപ. വെള്ളി ഗ്രാമിന് 290 രൂപ, കിലോ 2,90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വ്യാപാര കരാറിലൂടെ ഇന്ത്യയെ അമേരിക്കയ്ക്ക് വിറ്റുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. Are you not ashamed of selling India? Do you have no shame of selling India? You have sold our mother. Energy security gone. Now the United States will decide who we buy oil from. Yes. The United States will come to us and say you cannot buy oil from so and so and so and so and so and so. Russia, Iran, whoever they want, they will decide. Our Prime Minister will not decide. Please understand, and they will monitor. They will keep a watch, meaning they will look, and if India buys oil from anyone they do not want, they will punish us. And they will take our tariffs right back to 50%. What does it mean when America says you cannot buy oil from somebody? It means our energy is weaponized. What does it mean when they say your tariffs will go down, our tariffs will go down and yours will come up? It means finance trade is weaponized. Speaker sir, Anil Ambani is not a member of the House. He's not. So I can speak about Anil Ambani. He's a defense. He's involved in defense, sir. He's involved in defense. He's involved in defense budget. The subject. What time you are taking? No, I feel fine. No, not. How I can allow you? No. No. You are listening. How if any subject is not related with the budget, you can't speak. Please, you can't speak. You can't. Ex-Congress party member. So I will do you a special favor today, sir. No, I will back down. ये चार्ज है. No, ये भी कार्रवाई हिस्सा नहीं बनेगा. मैं अगर आपको if you don't have any propriety for the chair, if you don't have
member of parliament used to occupy this chair? Shalja Didi. You're a member of our party, sir. Ex-member. Ex-member, no? But And we are fond of you, sir. I'm here We like you. as a presiding officer. വിവരങ്ങളുമായി അതുല്യ ചേരുകയാണ്. അതുല്യ, എന്തായാലും ആദ്യത്തെ പ്രതികരണത്തിൽ, രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ പ്രതികരണത്തിൽ കാണുന്നുണ്ട് അമേരിക്കയിലേക്ക് വ്യാപാര കരാറിലൂടെ ഇന്ത്യയെ വിറ്റു എന്ന് പറയുന്നു. വളരെ നാണം കെട്ട കാര്യം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ബഹളത്തിൽ, അല്ലെങ്കിൽ പാർലമെന്റിലുണ്ടായ ബഹളത്തിൽ ബഹളത്തിലും വലിയ രീതിയിൽ അദ്ദേഹം പറയുമ്പോഴും എന്തായാലും സ്പീക്കർ സ്റ്റോപ്പ് എന്നതാണ് പറയുന്നത്. അനിൽ അംബാനിയുടെ പേര് അവിടെ പറയുമ്പോൾ നിർത്തൂ എന്നതാണ് സ്പീക്കർ പറയുന്നത്. എന്തായാലും വലിയ രീതിയിലൊരു ബഹളം അവിടെ നടന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്, അല്ലേ അതുല്യ? തീർച്ചയായും രേണുക, ഇപ്പോൾ ഈ ഒരു പാർലമെന്റിൽ നടന്ന ഈ ഒരു ബജറ്റിന്റെ പ്രസംഗത്തിൽ ഇദ്ദേഹം നൽകിയ മറുപടിയിൽ പ്രധാനമായും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ എങ്ങനെയാണ് ഇന്ത്യക്ക് ഇത്രത്തോളം അപകടകരമാവുക എന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. എന്തായാലും ഇത്തരത്തിലുള്ളൊരു വ്യാപാര കരാറിൽ ഒപ്പിടുമ്പോൾ സാധാരണയായി ഇരു രാജ്യങ്ങൾക്കും ഒരേ രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു രാജ്യത്തിന് മാത്രം ഗുണകരമാകുന്ന രീതിയിലല്ല ഒരു കരാർ ഒപ്പിടുക. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ആനുപാതികമായ നേട്ടങ്ങളൊന്നുമില്ലാതെയാണ് ഇന്ത്യ ഈ വ്യാപാര കരാറിൽ ഒപ്പിട്ടത് എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. US-ന്റെ ഏകപക്ഷീയമായ രീതിയിൽ US-ന് മാത്രം നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു കരാറാണ് ഒപ്പുവച്ചിരിക്കുന്നത്. ഇതിലൂടെ മനസ്സിലാക്കുന്നത് ഇത് ഇന്ത്യയുടെ പൂർണ്ണമായ കീഴടങ്ങലാണ് ഈ കരാർ എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ തീരുമാനങ്ങൾക്കുമേൽ മറ്റാരുടെയോ പിടിയുണ്ട്, അതായത് സമ്മൺ എൽസസ് ഹോൾഡ്, മറ്റൊരാളുടെ ഹോൾഡ് അല്ലെങ്കിൽ മറ്റൊരാളുടെ പിടി ഇന്ത്യക്ക് മേലുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നാണ്. കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ സർക്കാരായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽ ഒരു കരാർ ആയിരിക്കില്ല ഒപ്പിടുക. മാത്രമല്ല തങ്ങളുടെ കർഷകരുടെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട്, കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ട്, ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട്, ഡിജിറ്റൽ സെക്യൂരിറ്റി ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു കരാറായിരിക്കും ഇന്ത്യ സഖ്യമായി െങ്കിൽ ഭരിക്കുന്നതെങ്കിൽ ഒപ്പിടുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രത്യേകിച്ചും അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ US വ്യാപാര കരാർ ഒപ്പിടുന്നതിലൂടെ ഇന്ത്യയുടെ ഡിജിറ്റൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ സാങ്കേതിക സുരക്ഷയും കോംപ്രമൈസ് ചെയ്തു എന്ന് അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. അതായത് അമേരിക്കയിലേക്ക് ഇന്ത്യയിലെ ആളുകളുടെ അടക്കം ഡാറ്റ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആളുകളുടെയും അതുപോലെ തന്നെ മറ്റ് വളരെയധികം നിർണായകമായിട്ടുള്ള മറ്റ് വിവരങ്ങളുടെയും ഒരു ഒഴുക്ക് അല്ലെങ്കിൽ അതുകൂടി വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്തത്. ഒരു ഡാറ്റ ബ്രീച്ച് അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിവരങ്ങളുടെ ഒരു ഒഴുക്ക് ഇതിലൂടെ നടത്തുകയാണ് ഉണ്ടായത്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിവരങ്ങളുടെ ഒരു പൂളാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അതിന് കേന്ദ്ര സർക്കാർ കാരണമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല സർക്കാർ താരിഫുകൾ കുറച്ചു, അതുപോലെ തന്നെ ഇന്ത്യൻ ഡാറ്റകൾ കൈമാറി. മാത്രമല്ല വിദേശ സ്ഥാപനങ്ങൾക്ക് 20 വർഷത്തോളം നികുതി അവധി അനുവദിച്ചു. കർഷകരെ, നമ്മുടെ സാധാരണക്കാരായ കർഷകരെ യന്ത്രവൽകൃതമായിട്ടുള്ള അമേരിക്കൻ വിപണിയുടെ മത്സരത്തിന് ഇട്ടുകൊടുത്തു. തുണിത്തര മേഖലയെ ദുർബലമാക്കി, ഊർജ്ജ സംരക്ഷണ സംഘത്തെ വിട്ടുവീഴ്ച ചെയ്തു എന്നിങ്ങനെയുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മേൽ പറഞ്ഞ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നേട്ടമില്ലാത്തൊരു കരാറാണ്, അമേരിക്കയ്ക്ക് മാത്രം നേട്ടമുള്ള ഒരു കരാറാണ് ഇത്. പൂർണ്ണമായ കീഴടങ്ങലായി തന്നെ അല്ല ഇതിനെ കാണേണ്ടത്. അങ്ങനെ അല്ലാതെ മറ്റെങ്ങനെയാണ് ഇതിനെ കാണാനാവുക? നിങ്ങൾക്ക് നാണമില്ല ഇത്തരത്തിൽ രാജ്യത്തെ വിൽക്കാൻ എന്ന രീതിയിലാണ് അദ്ദേഹം ചോദിച്ചത്. തീർച്ചയായും ഇന്ത്യയുടെ സംരക്ഷണം അല്ലെങ്കിൽ ഇന്ത്യയുടെ താല്പര്യങ്ങളെല്ലാം തന്നെ വിൽക്കുന്ന രീതിയിലുള്ള ഒരു കരാറിലാണ് ഒപ്പുവച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം ആക്ഷേപിക്കുകയുണ്ടായി. ഇന്ത്യയിലെ ജനങ്ങളുടെ ഭാവിയെ അപകടത്തിലാക്കിക്കൊണ്ട് BJPയുടെ സാമ്പത്തിക ഘടന സംരക്ഷിക്കാനാണ് ഈ ശ്രമം എന്നും അദ്ദേഹം ആരോപിച്ചു. അതുപോലെ തന്നെ ഇന്ത്യ US കരാറിനെ, വ്യാപാര കരാർ എന്ന് പറയുന്നത് സർക്കാർ കൈകാര്യം ചെയ്യുന്നത്, ഈ സർക്കാർ ഇതിനെ കാണുന്നത് എത്രത്തോളം ലാഘവത്തോടു കൂടിയാണ് എന്നും ഇന്ത്യയുടെ നേട്ടങ്ങളില്ല എന്നുള്ള കാര്യത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് എന്നുള്ളതും അദ്ദേഹം അതിലേക്ക് പറയുകയുണ്ടായി. ഇന്ത്യയുടെ ഡിജിറ്റൽ പരമാധികാരത്തിൽ സർക്കാർ വലിയ രീതിയിൽ വിട്ടുവീഴ്ച ചെയ്തു. വലിയ ടെക് ഭീമന്മാരായിട്ടുള്ള സ്ഥാപനങ്ങൾ, അതായത് വലിയ രീതിയിൽ AI പോലുള്ള നിർമ്മിത ബുദ്ധിക്കൊക്കെ ആളുകളുടെ മാനവ വിഭവശേഷി ഉപയോഗം
ഉപയോഗപ്പെടുത്താം എന്നിരിക്കെ അതെല്ലാം തന്നെ ഇല്ലാതാക്കുന്ന ടെക് സ്ഥാപനങ്ങൾക്ക് നികുതി അവധികൾ വാഗ്ദാനം ചെയ്തു. അതുപോലെ തന്നെ ഡിജിറ്റൽ നികുതി പരിമിതപ്പെടുത്തി, ഡിജിറ്റൽ വ്യാപാര നിയമങ്ങൾക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു, അത് ഉപേക്ഷിച്ചു. ഇത്തരത്തിൽ എല്ലാ രീതിയിലും ഇന്ത്യയുടെ ഡിജിറ്റൽ സുരക്ഷ കോംപ്രമൈസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ലോക്സഭയിൽ ബഹളത്തിന് കാരണമായ മറ്റൊരു പരാമർശമായിരുന്നു എപ്സ്റ്റീൻ ഫയൽസ് എന്നത്. അമേരിക്കയിലെ ഒരു വലിയ രീതിയിൽ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ലൈംഗിക കുറ്റവാളിയായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ എന്നറിയപ്പെടുന്ന എപ്സ്റ്റീൻ. ഈ എപ്സ്റ്റീൻ്റെതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന രേഖകളിൽ അനിൽ അംബാനിയുടെയും അതുപോലെ തന്നെ ഹർദീപ് സിംഗ് പുരിയുടെയും പേരുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പരാമർശിച്ചത്. ഇത് വലിയ രീതിയിൽ ബഹളത്തിന് കാരണമായി. അജണ്ടയിൽ ഇല്ലാത്ത ഒന്നും തന്നെ ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് സ്പീക്കർ ജഗദാംബിക പാൽ രാഹുൽ ഗാന്ധിയോട് ഇതിന് മറുപടിയായി പറഞ്ഞത്. US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട എപ്സ്റ്റീൻ ഫയൽസിൽ തന്നെ അനിൽ അംബാനിയുടെയും അതുപോലെ തന്നെ ഹർദീപ് പുരിയുടെയും പേരുകൾ പലതവണ പരാമർശിക്കപ്പെടുന്നുണ്ട് എന്നും 18 മാസമായി ഈ അനിൽ അംബാനിയുടെ പേരുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ത്യൻ സർക്കാർ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതോടുകൂടിയാണ് സ്പീക്കർ ഇടപെടുകയും ഇത് അജണ്ടയിൽ ഇല്ലാത്തതാണ്, സഭയെ ബാധിക്കാത്തതാണ്, അതായത് സഭയിൽ ഈ ബജറ്റാണ് വിഷയം, ബജറ്റിന്മേലുള്ള ചർച്ച വിഷയം, അതുമായി ബന്ധമില്ലാത്ത ഒന്നും പറയേണ്ടതില്ല എന്ന് സ്പീക്കർ ഇടപെട്ടത്. എന്നാൽ അതിന് പിന്നാലെയാണ് വലിയ രീതിയിൽ ബഹളം ഉണ്ടായത്. എന്തായാലും ഇന്ന് ഈ ബജറ്റിന്റെ തുടർച്ചയായി ഉണ്ടായ ചർച്ചയിലും പ്രസംഗത്തിലും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് വലിയ രീതിയിൽ തന്നെ ഈ വ്യാപാര കരാർ എന്ന് പറയുന്ന ആ ഒരു വിഷയവും അതുപോലെ തന്നെ എപ്സ്റ്റീൻ ഫയൽസും മുന്നോട്ട് വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കടന്നാക്രമണമാണ് ഭരണപക്ഷത്തിന് നേരെ നടത്തിയത്. ശരി അതുല്യ. നരവനയുടെ വിവാദ പുസ്തകം ചോർന്നതിൽ പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിന് നോട്ടീസ് അയച്ച ഡൽഹി പോലീസ്. അന്വേഷണത്തിൽ പങ്കുചേരാൻ പ്രസാധകരോടും പോലീസ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിൽ ഗൂഢാലോചനയുണ്ട് എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ. പുസ്തകം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ലഭിച്ചു എന്നതും അന്വേഷിക്കുന്നുണ്ട്. പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നതാണ് പെൻഗ്വിൻ ബുക്സിന്റെ വിശദീകരണം. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുള്ള പുസ്തകത്തിന്റെ PDF പകർപ്പ് വിവിധ വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ ഡൽഹി പോലീസ് കേസെടുത്തു. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനിറ്റി എന്ന പുസ്തകത്തിന്റെ പ്രീ പ്രിന്റ് കോപ്പിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ഇതേ തലക്കെട്ടുള്ള ടൈപ്പ് സെറ്റ് പുസ്തകത്തിന്റെ PDF പകർപ്പ് വെബ്സൈറ്റുകളിൽ ലഭ്യമാണെന്നും പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ ആഴ്ച ലോക്സഭയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പുസ്തകത്തിന്റെ പകർപ്പ് ഉയർത്തിക്കാട്ടിയതിൽ ഭരണപക്ഷം എതിർത്തിരുന്നു. സർക്കാർ പരിപാടികളിലും സ്കൂളുകളിലും വന്ദേമാതരം നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. ദേശീയഗാനത്തിന് മുൻപ് വന്ദേമാതരം ആലപിക്കണം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഉത്തരവിറക്കിയത്. വന്ദേമാതരം ദേശീയഗാനവും ആലപിക്കുമ്പോഴും പാലിക്കേണ്ട മര്യാദകളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. വന്ദേമാതരം ആലപിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. പത്മബഹുമതി പോലെയുള്ള സിവിലിയൻ അവാർഡ് ദാന ചടങ്ങുകളിലും രാഷ്ട്രപതി പങ്കെടുക്കുന്ന പരിപാടികളിലും വരുമ്പോഴും പോകുമ്പോഴും ദേശീയഗാനം ആലപിക്കണം. സിനിമാ തിയേറ്ററുകൾ പോലെയുള്ള പൊതു ഇടങ്ങളിലും ദേശീയഗാനം ആലപിക്കണം. ഈ ചടങ്ങുകളിൽ എഴുന്നേറ്റ് നിൽക്കാൻ നിർബന്ധമല്ല. ദേശീയഗാനം തടസ്സപ്പെടുത്തുകയോ മറ്റുള്ളവരെ തടയുകയോ ചെയ്യുന്നവർക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. തൊഴിൽ കോഡ് പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. പാൽ, പത്രം, ആശുപത്രി, മരുന്നു ഷോപ്പുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, ആംബുലൻസ് തുടങ്ങിയ ആവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകരെയും മാരാമൺ കൺവെൻഷനെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. KSRTC ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ പണിമുടക്കിൽ തടസ്സപ്പെടും. സംയുക്ത കർഷക മോർച്ചയും കർഷക തൊഴിലാളി സംഘടനകളും CPIM, CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു. സംസ്ഥാന ജീവനക്കാരും സർക്കാർ ജീവനക്കാരും അധ്യാപക സംഘടനകളും ബാങ്ക്, ഇൻഷുറൻസ്, പ്രതിരോധം, റെയിൽവേ, തുറമുഖം, വ്യോമരംഗത്തുള്ളവർ, ജീവനക്കാരും അനുബന്ധ കരാർ തൊഴിലാളികളും പണിമുടക്കിനെ പിന്തുണയ്ക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിരിക്കുന്ന 25% തീരുവ നീക്കം ചെയ്ത അമേരിക്കൻ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വിജ്ഞാപനം ഇറക്കി. ഫെബ്രുവരി 7 ശേഷവും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് തീരുവ നീക്കം ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റഷ്യ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കുമേൽ ചുമത്തിയ 25% പിഴത്തീരുവ ഒഴിവാക്കിയ ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടത്. ഇതോടെ ഇന്ത്യക്കുമേലുള്ള തീരുവ 18%. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഭരണകൂടം കർശന നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യക്കുമേൽ അധിക നികുതി ചുമത്തിയിരുന്നത്. സിനിമയുടെ പ്രൊമോഷനിൽ പങ്കെടുക്കാത്തതിൽ നടൻ ബിജു മേനോനെതിരെ നടപടി. സിനിമയുടെ നിർമ്മാതാവ് അനൂപ് കണ്ണനുണ്ടായ നഷ്ടം നികത്താൻ 15 ലക്ഷം രൂപ നൽകണമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിർദ്ദേശം നൽകി. അടുത്ത സിനിമയുടെ പ്രതിഫലത്തിൽ നിന്ന് തുക നൽകണം. പണം നൽകിയില്ലെങ്കിൽ ബിജു മേനോനുമായി സഹകരിക്കില്ല എന്നും കാണിച്ച അസോസിയേഷൻ ബിജു മേനോന് കത്ത് നൽകി. സിനിമാ പ്രൊമോഷന് ബിജു മേനോൻ പങ്കെടുക്കാത്തതിനെ തുടർന്ന് 25 ലക്ഷം രൂപ നഷ്ടമാണെന്നാണ് നടന്ന സംഭവം എന്ന സിനിമയുടെ നിർമ്മാതാവ് അനൂപ് കണ്ണന്റെ പരാതി. ഇത് സംബന്ധിച്ച് അനൂപ് കണ്ണൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കത്ത് നൽകിയിരുന്നു. തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. വെക്കാനെന്ന് വിളിക്കുന്ന പ്രക്ഷോഭാണ് പിടിയിലായത്. ഇയാളെ റാന്നിയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. മുഖ്യപ്രതിയായ മരണസുബിൻ യുവതിയെ പീഡിപ്പിക്കുമ്പോൾ ഇയാൾ കൂട്ടുനിന്നതായാണ് കേസ്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 കേസിൽ ഇനി 2 പേരെ കൂടി പിടിക്കാനുണ്ട്. കേസിൽ പ്രതികളായ കിരൺ, സജിൻ എന്നിവരാണ് ഒളിവിലുള്ളത്. ഇവർ ബംഗളൂരിലേക്ക് കടന്നതായിട്ടാണ് സൂചന. മുഖ്യപ്രതി മരണസുബിൻ, ബർലിൻ ദാസ്, വരുൺ കുമാർ എന്നിവരാണ് കേസിൽ നേരത്തെ പിടിയിലായ മറ്റു പ്രതികൾ. സ്പാ കേന്ദ്രങ്ങളിൽ നിന്ന് ഗുണ്ടാപ്പിരിവ് ലഭിക്കാത്തതിലുള്ള വൈരാഗ്യമാണ് അതിക്രമത്തിന് കാരണം. രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ബലാത്സംഗ ആരോപണത്തിലെ ആദ്യ പരാതിക്കാരിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ അഭിഭാഷക ദീപ ജോസഫിന് തിരിച്ചടി. കേസ് റദ്ദാക്കണമെന്ന് ദീപ ജോസഫിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. ദീപയെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. അഭിഭാഷകയായ എന്ന നിലയിൽ പ്രയോഗിക്കാവുന്ന വാക്കുകളാണോ ഉപയോഗിച്ചതെന്നതാണ് കോടതി ചോദിച്ചത്. അതിജീവിതയുടെ ഭർത്താവ് സ്വകാര്യമായി പങ്കുവച്ച വിവരങ്ങളാണ് പരസ്യമാക്കിയത് എന്നതാണ് ദീപയുടെ വാദം. കോടതി തള്ളി. ഭർത്താവ് പറഞ്ഞുവച്ച എല്ലാം പരസ്യമായി എഴുതാമോ എന്നും കോടതി ആരാഞ്ഞു. ഹൈക്കോടതിയെ സമീപിക്കാൻ ദീപയ്ക്ക് കോടതി നിർദ്ദേശം നൽകി. ദീപയുടെ ഹർജി അതിജീവിത തടസ്സ ഹർജി നൽകിയിരുന്നു. എറണാകുളം ചോറ്റാനിക്കരയിൽ +1 വിദ്യാർത്ഥിനി ആദിത്യയെ വീടിനടുത്തുള്ള പാറക്കുളത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നു. സൈബർ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഉൾപ്പെടുത്തിയാണ് SIT രൂപീകരിച്ചിരിക്കുന്നത്. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് സംഘം അന്വേഷണം നടക്കുക. തന്റെ കൊറിയൻ സുഹൃത്ത് മരിച്ചതിലെ മനോവിഷമത്തിലാണ് ജീവൻ ഒടുക്കിയത് എന്നതായിരുന്നു പെൺകുട്ടിയുടെ കുറിപ്പ്. എന്നാൽ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ തുറന്നു പരിശോധിച്ചപ്പോഴാണ് കൊറിയൻ സുഹൃത്തിനെ കുറിച്ച് വിവരം ലഭിച്ചിരുന്നില്ല. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തേക്ക് അയച്ചിരിക്കുകയാണ്. കണ്ണൂർ ചക്കരക്കലിൽ പീഡനക്കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. പോക്സോ അടക്കം 2 പീഡനക്കേസുകളിലെ പ്രതിയായ സദാനന്ദൻ എന്നയാൾക്കാണ് കോടതി ശിക്ഷ വിധിച്ചത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും മനോജ് മയിൽ ചേരുന്നുണ്ട്. മനോജ്, കേസിനാസ്പദമായ സംഭവവും അതിന്റെ വിശദാംശങ്ങളും എന്തൊക്കെയാണ്? കണ്ണൂർ ചക്കരക്കൽ മിടാവിലോടെ കെ സദാനന്ദനെയാണ് ഈ പീഡനക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിട്ടുള്ളത്. ഈ പീഡനക്കേസിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയാണ് ഇപ്പോൾ പ്രതിക്ക് കണ്ണൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധിച്ചിട്ടുള്ളത്. 2023-24 കാലയളവിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നിട്ടുള്ളത്. മാനസിക പ്രയാസം അനുഭവിക്കുന്ന യുവതിയെ അവരുടെ വീട്ടിൽ എത്തിയാണ് ഈ പ്രതി പീഡിപ്പിച്ചത്. യുവതി ഗർഭിണി ആയതോടെയാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്. ഇതേ വീട്ടിലെ തന്നെ 10 വയസ്സുകാരിയെയും പ്രതി പീഡിപ്പിച്ചിരുന്നു. ചക്രക്കൽ പോലീസാണ് കേസ് അന്വേഷിച്ചത്. DNA ടെസ്റ്റ് അടക്കം പോലീസ് നടത്തുകയും ചെയ്തിരുന്നു. ഈ പ്രതിക്കെതിരെ ശാസ്ത്രീയമായ തെളിവുകളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഈ വൃദ്ധയെ പീഡിപ്പിച്ച കേസിൽ പ്രതി ഇപ്പോൾ
ജയിലിൽ കഴിയുകയാണ്. അതായത് ഈ പ്രതി ഇത്തരം കേസുകൾ സമാനമായ കുറ്റകൃത്യങ്ങളിൽ നിരന്തരം പെടുന്നു എന്നുള്ളതായിരുന്നു പ്രധാനമായും പ്രോസിക്യൂഷന്റെ വാദം. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് പ്രീതാകുമാരിയാണ് കോടതിയിൽ ഹാജരായത്. നിരന്തരം ഇത്തരം കേസുകളിൽ പ്രതി പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചത്. അത് കോടതി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ പ്രതി സമാനമായ കേസുകൾ കുറ്റകൃത്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് കോടതി പരിഗണിക്കുകയാണ് ചെയ്തത്. കണ്ണൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ ജഡ്ജ് MT ജലജ റാണിയാണ് ഈ പ്രതിയെ ശിക്ഷിച്ചിട്ടുള്ളത്. പോലീസ് പറയുന്നത് ഈ പ്രതി ഈ കുറ്റം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നിരന്തരം ആ വീട്ടിൽ സന്ദർശിക്കുകയും ആ യുവതി മാനസികമായ പ്രയാസം നേരിടുന്ന ആ യുവതിയെ പ്രലോഭിപ്പിച്ച് പീഡിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാണ് പോലീസും കോടതിയിൽ നൽകിയ വിശദീകരണം. അങ്ങനെ പ്രോസിക്യൂഷൻ ദീർഘനാൾ നടന്ന ഈ പ്രോസിക്യൂഷന്റെ വാദത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ശരി മനോജ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഈ 2 പീഡന കേസുകൾക്ക് പുറമെ മറ്റ് പല പീഡനങ്ങളും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയല്ലേ മനോജ് പറയുന്നത്? തീർച്ചയായും ആ പ്രതി ഇപ്പോൾ ജയിലിലാണ്. ഒരു വൃദ്ധയെ പീഡിപ്പിച്ച കേസിലാണ് ആ പ്രതി ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. അത് തളിപ്പറമ്പ് ഭാഗത്ത് നടന്ന ഒരു കേസാണ്. അതിലാണിപ്പോൾ പ്രതി ജയിലിൽ കഴിയുന്നത്. അങ്ങനെ ഈ തുടർച്ചയായി ഇത്തരം കേസുകളിൽ പെടുന്ന ഒരു പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നുള്ള ഒരു വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. അത് തന്നെയാണ് കോടതി അംഗീകരിച്ചതും. അതായത് 20 വർഷമാണ് ആ 10 വയസ്സുകാരിയെ പീഡിപ്പിക്കാനും പ്രതി ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഈ മാനസിക പ്രയാസം നേരിടുന്ന യുവതിയുടെ വീട്ടിൽ തന്നെയുള്ള 10 വയസ്സുകാരിയെയും ഈ പ്രതി പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് 20 വർഷം തടവും 20,000 രൂപ പിഴയുമുണ്ട്. യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. ശരി മനോജ്, കണ്ണൂർ ചക്കരക്കലിലാണ് പീഡനക്കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. പോക്സോ അടക്കം 2 പീഡനക്കേസുകളിലെ പ്രതിയായ സദാനന്ദൻ എന്നയാൾക്കാണ് കോടതി ശിക്ഷ വിധിച്ചത്. വിവരങ്ങൾ പങ്കുവച്ചത് കണ്ണൂരിൽ നിന്നും മനോജ് മയിലാണ്. ഹോട്ടലിൽ കൂട്ടയടി. ടേസ്റ്റി ഹഡ് എന്ന ഹോട്ടലിലാണ് ഭക്ഷണം കഴിക്കാനെത്തിയ കോളേജ് വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവമുണ്ടായത്. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഹോട്ടലിലെത്തി സംഘർഷമുണ്ടാക്കിയതിനെ തുടർന്ന് ഹോട്ടലിൽ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടായതായും പരാതിയിൽ പറയുന്നു. ഹോട്ടലുടമ മെഡിക്കൽ കോളേജ് പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. ഹോട്ടലിൽ കൂട്ടയടി നടന്നിരിക്കുന്നത്. ടേസ്റ്റി ഹഡ് എന്ന ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കോളേജ് വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഇന്നലെ രാത്രിയിലായിരുന്നു ഇങ്ങനെയൊരു സംഭവം അവിടെ നടന്നത്. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഹോട്ടലിലെത്തി സംഘർഷമുണ്ടാക്കിയതിനെ തുടർന്ന് ഹോട്ടലിൽ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ഉടമ നൽകിയ പരാതിയിൽ പറയുന്നത്. ഹോട്ടൽ ഉടമ മെഡിക്കൽ കോളേജ് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഈ സംഘർഷമുണ്ടാക്കിയ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. കൊല്ലം
കുണ്ടറ ഇളംപൂരിൽ തീ തുപ്പിയ കാറുമായി അഭ്യാസ പ്രകടനം നടത്തിയ സംഭവത്തിൽ കടുത്ത നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. കാറിന്റെ രജിസ്ട്രേഷൻ 2 വർഷത്തേക്ക് റദ്ദാക്കി. വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്. മുതുതലയിലെ വർക്ക്ഷോപ്പിൽ നിന്നാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാന്റേതാണ് വാഹനം. ഉടമയോട് ഇന്ന് ഹാജരാകണമെന്ന മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസും നൽകിയിട്ടുണ്ട്. അതേസമയം വാഹന ഉടമ ഒളിവിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കുണ്ടറയിലെ വിവാഹ ചടങ്ങിന് എത്തിയ കാറാണ് നിരത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയത്. വലിയ രീതിയിൽ തീ തുപ്പുന്ന വിധത്തിൽ മാറ്റങ്ങൾ വരുത്തിയ കാറ് കനത്ത ശബ്ദത്തോടെയാണ് നിരത്തിൽ ഓടിയിരുന്നത്. വയനാട് മാനന്തവാടിയിൽ 4 വയസ്സുകാരിയെ കാണാതായ സംഭവം തട്ടിക്കൊണ്ടുപോകൽ തന്നെയാണെന്ന സ്ഥിരീകരണം. പ്രതി പടിഞ്ഞാറത്തറ സ്വദേശി ജിഹാസ് പിടിയിലായി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ജിഹാസിനെ പിടികൂടിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന 4 വയസ്സുകാരിയെ കാണാതായത്. 2 മണിക്കൂറിന് ശേഷം 7 കിലോമീറ്റർ അകലെ തരുവണയിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. കുട്ടിയെ സ്കൂട്ടറിൽ ഇരുത്തി ഒരാൾ കൊണ്ടുപോകുന്നത് CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിരുന്നു. നാട്ടുകാരും പോലീസും ചേർന്നാണ് തിരച്ചിലിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. നീരൊഴുക്ക് തടസ്സപ്പെടുന്ന തരത്തിൽ പാഴ്ചെടികളും മരങ്ങളും വളർന്ന അവഗണനയിൽ നശിക്കുകയാണ് തൃശൂർ മറ്റത്തൂർ വാസുപുരത്തെ കല്ലൻതോട്. മണ്ണ് വീണ് കിടന്നിട്ടും വശങ്ങൾ ഇടിഞ്ഞ ശോചനീയാവസ്ഥയിലായിട്ടും തോടിനെ വീണ്ടെടുക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു കാലത്ത് കല്ലൻതോട്ടിലെ വെള്ളമായിരുന്നു പ്രദേശത്തെ കർഷകർ നെൽകൃഷിക്കായി ആശ്രയിച്ചിരുന്നത്. മഴക്കാലത്ത് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം കൃഷിയിടങ്ങളിൽ കെട്ടിക്കിടക്കാതെ സമീപത്തുള്ള കുറുമാലിപ്പുഴയിലേക്ക് ഒഴുകിപ്പോകുന്നത് ഈ തോട് വഴിയാണ്. വേനൽക്കാലമായാൽ തോട് വറ്റിവരണ്ടു പോകും. വാസുപുരത്തെ കല്ലൻതോട് പാലത്തിന് സമീപം മുളകളും മറ്റ് പാഴ്മരങ്ങളും വളർന്ന തോട് കാണാൻ പോലും പറ്റാത്ത വിധത്തിൽ കാടുമൂടി കിടക്കുകയാണ്. വിജനമായ ഈ ഭാഗത്ത് പാലത്തിന് ചുവടെ തോട്ടിൽ മാലിന്യ നിക്ഷേപവും വർദ്ധിച്ചു വരികയാണ്. നിറയെ കുറ്റിക്കാടുകളും അതുപോലെ തന്നെ ഈ മുള ചാഞ്ഞു കിടന്ന് വെള്ളത്തിന് സുഗമമായി ഒഴുകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അപ്പോൾ ശക്തമായ കാലവർഷം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ വെള്ളക്കെട്ടുണ്ടായിട്ട് ഈ സമീപത്ത് കാണുന്ന ഈ കൃഷിത്തോട്ടങ്ങളിലൊക്കെ വെള്ളം കയറി കൃഷിനാശം വമ്പിച്ച രീതിയിലുള്ള കർഷകർക്ക് കൃഷിനാശം സംഭവിക്കും. അത് വല്ലാത്തൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഈ തോട് എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് ഇത് ക്ലീനാക്കി പൊതുജനങ്ങൾക്ക് കർഷകർക്ക് അവരെ കൃഷിനാശം സംഭവിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്. മറ്റത്തൂര് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട്. തോട് വൃത്തിയാക്കാത്തതിനാൽ മഴക്കാലത്ത് വെള്ളം ശരിയായി ഒഴുകിപ്പോകാത്തത് വെള്ളക്കെട്ടിനും കൃഷിനാശത്തിനും കാരണമായിട്ടുണ്ട്. തോട് പുനരുദ്ധരിച്ചാൽ കൃഷിനാശം ഒരു പരിധിവരെ തടയാനാകുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. പാഴ്മരങ്ങളും കുറ്റിച്ചെടികളും വെട്ടിമാറ്റിയും മാലിന്യം കോരിക്കളഞ്ഞും ബണ്ടിടിഞ്ഞ ഭാഗത്ത് കയർഭൂവസ്ത്രം സ്ഥാപിച്ചും കല്ലൻതോടിനെ വീണ്ടെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. പത്തനംതിട്ട കോഴഞ്ചേരി പഞ്ചായത്തിന്റെ തെരുവുകളിൽ മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ ശക്തമായ നടപടിയുമായി ഭരണസമിതി. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന ഗ്രാമസഭകളിലെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച കർശന നടപടിയുമായി മുന്നോട്ടു പോകാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. വ്യക്തി ശുചിത്വം പാലിക്കുന്നതിൽ പ്രത്യേകിച്ച് മലയാളികൾ ഏറെ മുന്നിലാണ്. പക്ഷെങ്കിൽ അവര് ജീവിക്കുന്ന സമൂഹമോ അല്ലെങ്കിൽ ചുറ്റുപാടോ അല്ലെങ്കിൽ പരിസരം അവരെ എത്ര കണ്ട് അത് അനുയോജ്യമാക്കുന്നുള്ളതെങ്കിൽ അതല്ലെങ്കിൽ പൊതു ഇടങ്ങൾ ഇപ്പോൾ ഏറെക്കുറെ ഈ പരിസര മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് കോഴഞ്ചേരി പഞ്ചായത്ത് മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. നമ്മളോടിപ്പോൾ ചേരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോനാണ്. ജോമോനെ, എന്തൊക്കെയാണ് ഈ മാലിന്യ സംസ്കരണത്തിന് അല്ലെങ്കിൽ മാലിന്യം വലിച്ചെറിയുന്നതിനുള്ള പഞ്ചായത്ത് ഇപ്പോൾ എടുത്തിട്ടുള്ള മുൻകരുതലുകൾ അല്ലെങ്കിൽ നടപടികൾ എന്തൊക്കെ? ഞങ്ങളുടെ നടപടിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഞങ്ങളിപ്പോൾ ആദ്യത്തെ ഒരു പ്രയാസം കോഴഞ്ചേരിയിൽ മുഴുവനായിട്ട് ബസ് സ്റ്റാൻഡിന്റെ പരിസരം, പൊയ്യാനരി ജംഗ്ഷന്, TB ജംഗ്ഷന്, മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ പോകുന്ന വഴി എല്ലാ മേഖലകളിലും മാലിന്യം വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. നമുക്കിത് പരിഹരിക്കേണ്ടത് അത്യാവശ്യകതയാണ്. പറഞ്ഞതുപോലെ എല്ലാവരും നല്ല വീടുകളും നല്ല കെട്ടിടങ്ങളും ഒക്കെ പണിഞ്ഞ്
വീടുകളിൽ ശുചിയായി ജീവിക്കുന്നു. എന്നാൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ഒരു കൊച്ചു പഞ്ചായത്തായ കോഴഞ്ചേരി, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൊച്ചു പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വിസ്തീർണത്തിൽ 8.5 ചതുരശ്ര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ പ്രദേശമാണ്. ഒരു ടൗൺ പഞ്ചായത്തിന്റെ രീതിയൊക്കെ ഉണ്ടെങ്കിലും ഒരു ചെറിയ പ്രദേശമാണ്. ആ സ്ഥല പരിമിതി വളരെ കുറച്ചാണ്. പഞ്ചായത്തിന് സ്വന്തമായിട്ട് വസ്തു ഇല്ലാത്തൊരവസ്ഥ. ഈ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസകരമാണ്. എങ്കിലും അത് നടത്തിയേ പറ്റുകയുള്ളൂ. നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് എല്ലാ മേഖലകളിലും ക്യാമറ വെക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഏകദേശം 10-12 ക്യാമറ വെച്ചിരുന്നത് അത് പല ആൾക്കാരും സാമൂഹിക വിരുദ്ധരെന്ന് തന്നെ പറയാം, അവർ ആ ക്യാമറ പലയിടത്തും നശിപ്പിച്ചു. ഇപ്പൊ മാരാമൺ കൺവെൻഷൻ എടുത്തപ്പോഴാണ് ഈ മാലിന്യ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ രൂക്ഷമായത്. നമ്മളെല്ലാ മേഖലകളിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പോയി പരിശോധിക്കുകയും കാണുകയൊക്കെ ചെയ്തപ്പോൾ വളരെ പ്രയാസം നമുക്ക് തന്നെ തോന്നി. അപ്പൊ അതിന് നമ്മൾ താഴെത്തട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ നിന്ന് തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഹെൽത്തിന്റെ ഉദ്യോഗസ്ഥര് ടീമായിട്ട് എല്ലാ കടകളിലും അവര് കൃത്യമായ നിർദ്ദേശം നോട്ടീസായി ടൈപ്പ് ചെയ്ത് കൊണ്ട് കൊടുത്തു. നമ്മൾ നിർദ്ദേശം കൊടുത്തു, ആർക്കും ഫൈൻ അടിക്കേണ്ട, ആദ്യം അവർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കുക, എന്നിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക. പ്രത്യേകിച്ച് വെള്ളം, അതിന് സർട്ടിഫിക്കറ്റ് വേണം, മാലിന്യം റോഡിൽ വലിച്ചെറിയരുത്, അങ്ങനെ ചില കാര്യങ്ങൾ കൃത്യമായി അവരെ ഉദ്യോഗസ്ഥർ പറഞ്ഞു മനസ്സിലാക്കി. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോകുമ്പോഴാണ് ഈ വീടുകളിൽ നിന്ന് ഇപ്പൊ ഏറ്റവും പ്രയാസം ഈ ഡയപ്പർ, പാമ്പർ ചാക്കുകെട്ടിലാക്കി റോഡിൽ വലിച്ചെറിയുന്നു. അപ്പം ഞങ്ങള് അതിനെപ്പറ്റി ഒന്ന് പഠിച്ചപ്പോൾ എല്ലാ വീടിലും ഇപ്പം കിടപ്പ് രോഗികളൊക്കെ കൂടുതലായി. ഇത് വീടുകളിൽ സംസ്കരിക്കാതെ പബ്ലിക്കിലോട്ട് പോകുന്നു. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളും അതിനൊരു മാർഗം, ഒരു ഡബിൾ ചേംബറിന്റെ ഇൻസിനറേറ്ററിനെ പറ്റി ആലോചനയിലാണ്. അതിന്റെ ഒരു ഫണ്ട് കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞങ്ങൾ. പക്ഷെങ്കിൽ ഈ വീടുകളിൽ നിന്ന് ഇങ്ങനെ റോഡുകളിൽ വലിച്ചെറിഞ്ഞാൽ വളരെ പ്രയാസമാണ്. അതിനു വേണ്ട ക്രമീകരണം വീട്ടിലുള്ളവർ ചെയ്തേ പറ്റും. അതുപോലെ നമ്മുടെ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന, റോഡ് സൈഡിലെ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന കാടുകൾ, അതാ വീട്ടിലുള്ളവരത് വൃത്തിയാക്കണം. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നു. അതുപോലെ വസ്തുവൊക്കെ കാട് കയറി കിടക്കുന്നു. 14 ഗ്രാമസഭ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊട്ട് കഴിഞ്ഞു. ഈ ഗ്രാമസഭകളിൽ കൂടുതലായി വന്നത് ഈ വസ്തു കാട് കയറി കിടക്കുന്നു, അവിടെ പന്നി പെറ്റി വരികി കിടക്കുന്നു, അങ്ങനെ ഒരു പ്രയാസം കേട്ടു. അപ്പം നമ്മൾ ഈ വിദേശത്തൊക്കെ ആൾക്കാർ പോയി വസ്തുവൊക്കെ 1-2 ഏക്കർ ഇങ്ങനെ കൃഷിയൊന്നും ഇല്ലാതെ തരിശായിട്ട് കാട് കയറി കിടക്കുന്നു. അപ്പോൾ അത് നമ്മൾ പഞ്ചായത്ത് ഇപ്പം നോട്ടീസ് കൊടുക്കും അതിൻ്റെ ഉടമസ്ഥർക്ക്. അവരാണ് അത് അവരുടെ ഭൂമി വൃത്തിയാക്കിയിടേണ്ടത്. അതിൻ്റെ അകത്ത് പന്നി, ചെല്ല് പറഞ്ഞ് കുറുക്കനെ, മുള്ളം പന്നി, പാമ്പ്, ഭയങ്കര അയൽവക്കക്കാർക്ക് അല്ലെ മറ്റ് പൊതുവെ ഭയങ്കര ശല്യം. അപ്പൊ ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കുക എന്നുള്ളത് പൊതുജനങ്ങളും കൂടെ ചേർന്നാലേ പറ്റത്തുള്ളൂ. എല്ലാവരും ഇതിന് സഹകരിക്കണം. പിന്നെ ഞങ്ങളിപ്പോൾ ആദ്യത്തെ ഒരു സ്കീമായിട്ട്, ഒരു പദ്ധതിയായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു 200 വീട്, കോഴഞ്ചേരി പഞ്ചായത്തിന്റെ ഏതെങ്കിലും ഒരു വാർഡിൽ ഒരു 200 വീട് സെലക്ട് ചെയ്തെടുക്കുക. ആ വീടുകളിൽ എല്ലാ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൂടെ ചേർന്ന ഒരു ക്യാമ്പയിൻ, ആ വീടിന്റെ അത്രയും പരിസരം ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പായിട്ട് ശുചീകരിച്ച് ഭംഗിയാക്കി, റോഡ് സൈഡും ഭംഗിയാക്കി, റോഡിന് വീതിയുള്ള സ്ഥലത്ത് ഒരു ചെറിയ ഗാർഡനും ഒക്കെ ചെയ്യാനുള്ള ഒരു പ്ലാനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇങ്ങനെയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രയാസം എന്താണ്, പേടി, ഇത് പിന്നെയും മാലിന്യം വലിച്ചെറിയുമോ റോഡിൽ കൊണ്ടുവന്ന്. ഒരു കോഴഞ്ചേരി ഒരു ക്ലീൻ സിറ്റി ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അതൊരു 100% നടന്നാൽ അത്രയും നല്ലത്. നമ്മളെല്ലാവരും മുൻപോട്ട് ജീവിച്ചു പോകേണ്ട ഒരു സ്ഥലം തന്നെയല്ലേ. അപ്പൊ അതിനുള്ളൊരു ശ്രമത്തിലാണ് ഞങ്ങൾ. അപ്പൊ നമുക്ക് ഇത് കാണുന്ന പ്രേക്ഷകരുടെ എവിടൊക്കെയാണ് ഇനി ക്യാമറ സ്ഥാപിക്കാൻ പോകുന്നത്? അപ്പോൾ ഈ മാലിന്യം വലിച്ചെറിയുന്നവർ ഈ വാർത്ത വരുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധ പാലിക്കണമല്ലോ. ഏതൊക്കെ സ്ഥലത്താണ് ഈ ക്യാമറ നമ്മൾ സ്ഥാപിക്കാൻ പോകുന്നത്? ഇതിപ്പം നമ്മൾ ബസ് സ്റ്റാൻഡിന്റെ അവിടെ, കോഴഞ്ചേരി പാലത്തിന്റെ അവിടെ, കോഴഞ്ചേരി വണ്ടിപ്പേട്ട, കോഴഞ്ചേരി ചന്ത, സിക്കേശവൻ സ്ക്വയർ, കൊയ്യാലി ജംഗ്ഷൻ, പഴയ തെരുവ്, TB ജംഗ്ഷൻ, ടേക്ക് എ ബ്രേക്കിന്റെ ഭാഗം, TB ജംഗ്ഷനിൽ തെക്കേമലയിലോട്ട് പോകുന്ന ഭാഗം, തെക്കേമല, ഈ ഭാഗങ്ങൾ, പ്രധാന ഭാഗങ്ങൾ, കോഴഞ്ചേരി സിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ക്യാമറ സ്ഥാപിക്കാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, കൂടാതെ വലിയ വലിയ സ്ഥാപനങ്ങളോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്, കത്ത് കൊടുത്തിട്ട് അവരും ക്യാമറ റോഡിലോട്ട് ആക്സസ് കിട്ടത്തക്കവണ്ണം അത് സ്ഥാപിക്കണം. അതുപോലെ മറ്റ് ബൈ റോഡുകളിലും നമ്മൾ വീട്ടുകാരോട് നമ്മൾ പറയുകയാണ്, സാമ്പത്തികമായി ഇച്ചിരി ഉന്നതിയിലുള്ള വീട്ടുകാരോട് പറയാൻ ഉദ്ദേശിക്കുന്നു, കത്ത് കൊടുത്ത് പിന്നെ നിങ്ങൾ റോഡിലോട്ട് ക്യാമറ വെക്കണം. ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഈ ചെങ്ങന്നൂർ റോഡിലൊക്കെ ഇച്ചിരി ഉൾ റോഡുകളിലൊക്കെ എല്ലാം മാലിന്യം വലിച്ചെറിഞ്ഞേക്കുന്ന, ചാക്കിൽ കൊണ്ടെറിഞ്ഞേക്കുന്നത് നമ്മൾ കണ്ടു. നമ്മൾ മനസ്സിലാക്കുന്ന മറ്റു പഞ്ചായത്തുകളിൽ നിന്നും രാവിലെ 6-ലൊക്കെ ഓരോരുത്തർ വന്ന് അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്തൊക്കെ കൊണ്ടുവന്ന് എറിയുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒരു
ജാഗ്രതാ സമിതിയും കൂടെ ഒന്ന് ഉണ്ടാക്കി ആരെങ്കിലും ഒക്കെ ഒന്ന് കണ്ടെത്താനും കൂടെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആദ്യം പക്ഷേ നമ്മൾ കൃത്യമായ അവയർനെസ് തീർച്ചയായിട്ടും വേണം, ഇല്ലെങ്കിൽ അവർ നടപടി എടുത്തു കഴിഞ്ഞാൽ നവമാധ്യമങ്ങൾ വഴി, പത്രമാധ്യമങ്ങൾ വഴി, ചാനൽ വഴി, എല്ലാ നമ്മുടെ വാർഡുകളിലെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഇതെല്ലാം ആദ്യമേ നമ്മൾ ജനങ്ങളെ അറിയിക്കും. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് പത്രത്തിൽ അത് വന്നായിരുന്നു. അപ്പൊ നമ്മൾ സംസാരിക്കുന്നതും അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറ്റുള്ളവർ അറിയുക, ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അപ്പൊ മാധ്യമങ്ങൾ വഴി നമ്മൾ മാക്സിമം അവയർനെസ് ഒരു മാസം കൊണ്ട് ജനങ്ങളിൽ എത്തിക്കും. ആ എത്തിച്ചതിന് ശേഷം നമ്മൾ നടപടിയിലോട്ട് കടക്കും. അപ്പം ജനങ്ങളുടെ ഫൈൻ അടിക്കുക എന്നുള്ളതൊന്നുമല്ല ഞങ്ങളുടെ ആഗ്രഹം. നമുക്ക് നാട് വൃത്തിയാകുക എന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം. അതിന് പൊതുജനങ്ങൾ, പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ ഉൾപ്പെടുന്ന നമ്മളാണ്. അല്ലാതെ ഞങ്ങൾ ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് കോഴഞ്ചേരിയും പരിസര പ്രദേശങ്ങളും കൊച്ചു പഞ്ചായത്തിനെ ഒന്ന് ഭംഗിയാക്കിയെടുക്കുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ സംസ്ഥാനത്തിന് മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. വിസ്തീർണം വളരെയധികം കുറവായ പഞ്ചായത്തിൽ ജനങ്ങളെയും അതായത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാലിന്യമില്ലാത്ത ഒരു നല്ല ഒരു സിറ്റി, അതായത് ഒരു കോഴഞ്ചേരിയെ ആ പട്ടണത്തെ വാർത്തെടുക്കാനാണ് ഈ പുതിയ UDFന്റെ ഈ ഭരണസമിതിയുടെയും പ്രസിഡന്റിന്റെയും മറ്റ് അംഗങ്ങളുടെയൊക്കെ തീരുമാനം. അതിന് എല്ലാവിധ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായുള്ള എല്ലാവരുടെയും പിന്തുണയാണ് ഈ UDF ഭരണസമിതിയും പ്രസിഡന്റ് ജോമോൻ പുത്തൻപുരയ്ക്കലും ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട. സൂരജ് ലാമ കേസിൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായി എന്ന വിമർശനത്തിന് പിന്നാലെ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി. DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കേസ് SIT അന്വേഷിക്കണം എന്നതാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. സൂരജ് ലാമ ഇന്ത്യയിലെത്തിയതു മുതൽ മൃതദേഹം കണ്ടെത്തിയതുവരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. കൊലപാതക സാധ്യതയും അന്വേഷിക്കണം. 3 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിൽ ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുതെന്നും സൂരജ് ലാമയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കൊല്ലം അഞ്ചൽ പഞ്ചായത്തിൽ വീട് ജപ്തി ചെയ്ത കേരള ബാങ്കിന്റെ മനുഷ്യത്വരഹിതമായ നടപടിയെ തുടർന്ന് പൂട്ട് പൊളിച്ച AIYF. അഞ്ചൽ സ്വദേശി ജിഷിയുടെ വീടിന് നേരെയാണ് നടപടി. 2018 10 ലക്ഷം രൂപ ലോൺ എടുത്തുവാങ്ങി പശുക്കൾക്ക് രോഗം ബാധിച്ച് മരണപ്പെട്ടതോടെ വരുമാനം മുടങ്ങിയതിനെ തുടർന്ന് ലോൺ അടയ്ക്കാൻ കഴിയാതെയായി. തുടർന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിലുണ്ടായിരുന്ന പ്രായമായ അച്ഛനെയും അമ്മയെയും 2 വയസ്സുള്ള കുട്ടിയെയും ഉൾപ്പെടെ രാത്രി മുഴുവൻ വീടിന് പുറത്താക്കി വീട് പൂട്ടുകയായിരുന്നു. MLAയുടെ നിർദ്ദേശത്തെ തുടർന്ന് AIYF പ്രവർത്തകർ വീടിന്റെ പൂട്ട് പൊളിച്ച് വീട്ടുകാരെ വീടിനുള്ളിൽ കയറ്റി താമസിപ്പിച്ചു. ജപ്തി ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ പാവപ്പെട്ട മനുഷ്യരെ വീട്ടിൽ നിന്ന് ഇറക്കാൻ പാടില്ല എന്ന സർക്കാർ തീരുമാനത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകും എന്ന് തന്നെ പ്രവർത്തകർ പറഞ്ഞു. 2017 പശുവിൻ്റെ ലോണായിട്ട് കൃഷി ആവശ്യത്തിനായിട്ട് എടുത്തതാണ്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് പശുവിനെ മേടിക്കണം എന്ന് പറഞ്ഞ് മേടിച്ച് നമ്മൾ കൊണ്ടുവന്നപ്പോഴത്തേന് നമ്മുടെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടാതിട്ടായിരിക്കാം പാലും കിട്ടിയില്ല, കുറേയൊക്കെ വീണുപോയി, കുട്ടികളെ ഒന്നിനെ പോലും കിട്ടിയില്ല, എല്ലാം ചത്തുപോയി. പിന്നെ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ അടച്ചു. പിന്നെ കൊറോണയൊക്കെ വന്നപ്പോഴത്തേനും നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിങ്ങനെ കിടന്നങ്ങ് പെരുവി. ഇങ്ങനെ ഇന്നലെ വൈകിട്ട് ഇതിനുമ്പ് നോട്ടീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് വന്നിട്ട് ഒരു 5:30 മണിയായിട്ട് വന്നിട്ട് പിന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ പറക്കാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പഠിക്കുന്ന പിള്ളേരുണ്ട് 2 പേര്. ഇന്നലെ ഇവിടെ വെളിയിലാണ് നമ്മൾ കിടന്നത്. കേരള ബാങ്കിൽ ഉദ്യോഗസ്ഥർ വന്ന് അവർ പൈസ കുറച്ച് അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് ആ കൂടെയുള്ള ഒരു തുച്ഛമായ വസ്തുവും ഒരു വീടും മാത്രമേ ഉള്ളൂ. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പ്രത്യേക റൂളുണ്ട്. കിടപ്പാടം ഇറക്കി വിട്ട് ജപ്തി ചെയ്യരുതെന്നുള്ള റൂള് പോലും കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇവർ ഈ വീട് ജപ്തി ചെയ്തത്. ഇന്നലെ രാത്രി ഇവർ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നതായിട്ട് MLA അറിയിക്കുകയും ചെയ്തു. MLA അറിയിച്ചതിനെ തുടർന്ന് AIYFന്റെ പ്രവർത്തകരും MLAയുടെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടാണ് ഇവരെ ഇപ്പം ഈ വീടിൻ്റെ പൂട്ട് പൊളിച്ച് നമ്മൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബ്രിട്ടീഷ് യുവതിയെ പിതാവ് വെടിവെച്ചു കൊന്നു. 23-കാരിയായ
ലൂസി ഹാരിസൺ എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത്. 2025 ജനുവരി 10-നായിരുന്നു കൊലപാതകം. പിതാവ് തോക്ക് കൈവശം വയ്ക്കുന്നതിൽ ലൂസി അസ്വസ്ഥതയായിരുന്നുവെന്ന് പങ്കാളി സാം ലിറ്ററൽ കോടതിയിൽ പറഞ്ഞു. ട്രംപുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചാണ് പിതാവും മകളും തമ്മിൽ തർക്കമുണ്ടായത്. ക്രിസ് ഹാരിസണെതിരെ ഭാര്യയും കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്.